ചെന്നൈ വെല്ലൂർ CMCയിൽ നിന്നാണ്. ഇതെൻ്റെ മകൾ ലിയ, 9 വയസ്സാണുള്ളത്. മാരകമായ ബ്ലഡ് ക്യാൻസർ രോഗിയാണ്. ഞങ്ങൾ മാസങ്ങളോളമായി ഇവിടെ വന്ന് താമസിക്കുന്നു മകൾക്ക് വേണ്ടി. ഇനിയും മുന്നോട്ടുള്ള ഞങ്ങളുടെ ചികിത്സയ്ക്ക് ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഇനിയും മജ്ജ മാറ്റി വയ്ക്കണം എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. എൻ്റെ 4 വയസ്സായ മകനാണ് മകൾക്ക് വേണ്ടി മജ്ജ നൽകുന്നത്. നല്ലവരായ നാട്ടുകാർ ഞങ്ങളെ കഴിവതും തന്ന് സഹായിക്കണം. ഒരു ഇഞ്ചക്ഷന് 3 ലക്ഷം രൂപയാണ് അവർ പറയുന്നത്. അതുപോലെ 3 ഇഞ്ചക്ഷനാണ് എടുക്കേണ്ടത്. അതിന് ശേഷമാണ് മജ്ജ മാറ്റി വയ്ക്കേണ്ടത്. 20 ലക്ഷം രൂപയാണ് അതിന് മാത്രമായിട്ട് അവിടെ കെട്ടി വയ്ക്കേണ്ടത്. ബാക്കി ചിലവുകളും എല്ലാം കൂടി ഒരു 35 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ചിലവ് വരും. ഞങ്ങളുടെ ഏക അത്താണി എൻ്റെ ഭർത്താവാണ്. മകളുടെ അസുഖത്തെ തുടർന്ന് അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. നല്ലവരായ നാട്ടുകാർ സഹായിക്കണം. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. മുഹമ്മദ് അലി ചാലിയമാണ്. നാം ഇപ്പോൾ ഉള്ളത് വെല്ലൂർ CMCയിലാണ്. നമ്മളിപ്പോൾ ഒരു ദയനീയമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ മാടക്കത്തറ പഞ്ചായത്ത് കട്ടലപ്പൂവത്ത് 4-ാം വാർഡിൽ താമസിക്കുന്ന പ്രവീൺ പ്രിൻസി ദമ്പതികളുടെ 9 വയസ്സ് മകളായ ലിയാമോളുടെ ദയനീയമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ലിയാമോൾ മാരകമായ ക്യാൻസർ പിടിപെട്ട് ഏകദേശം 1 വർഷമായി. പ്രിയമുള്ളവർ, ഈ 9 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞിന്റെ കളിയും ചിരിയും നിലനിന്നു പോകാൻ നിങ്ങൾ എല്ലാവരും കഴിയുന്ന പരമാവധി സഹായിക്കണം. ഈ ഒരു നാട് മുഴുവൻ ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ മോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളാൽ കഴിയുന്ന 10 രൂപയെങ്കിലും 10 രൂപ ഈ മോളുടെ അച്ഛൻ്റെയും അമ്മേന്റെയും അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കഴിയുന്ന പരമാവധി ഒരു 10 രൂപയെങ്കിലും സഹായിക്കണമെന്ന്. കാരണം ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മകളുടെ കൊച്ചനുജൻ ഈ പൈതലാണ് ഈ മോൾക്ക് മജ്ജ കൊടുക്കുന്നത്. ചെറുപ്രായത്തിൽ ഈ കുഞ്ഞിന് വേണ്ടി ത്യാഗം സഹിച്ച് മജ്ജ മാറ്റിവെക്കാൻ കൊടുക്കുമ്പോൾ ഇവരുടെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന പണമാണ്. പ്രിയമുള്ളവരെ, ഏകദേശം 35 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചാൽ ഈ മോളുടെ കളിയും ചിരിയും നിലനിന്ന് കൊണ്ടുപോകാൻ സാധിക്കും. കൂട്ടുകാർ, ഫ്രണ്ട്സുകൾ അവരുടെ കൂടെ ഒത്തൊരുമിച്ച് ഓടിച്ചാടി കളിക്കുന്ന പ്രായമാണ് പ്രിയമുള്ളവരെ. നെഞ്ചു പൊട്ടുന്ന വേദനയാണ് പ്രിയമുള്ളവരെ. നിങ്ങൾ എല്ലാവരും സഹായിക്കണമെന്ന് വിലയത്തോടു കൂടി അപേക്ഷിക്കണം. തട്ടിമാറ്റി പോകരുത് പ്രിയമുള്ളവരെ. ഇന്നവരെ ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ടില്ല. എങ്ങനെ നിങ്ങൾ അവതരിപ്പിക്കണമെന്ന് വരെ അറിയില്ല. നിങ്ങൾ എല്ലാവരും സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ഈ വീഡിയോ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഒരു നാട്ടിലുള്ള ചെറുപ്പക്കാരും അവിടെയുള്ള അമ്പല കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ ചർച്ചും മുസ്ലിം പള്ളി കമ്മിറ്റി ഭാരവാഹികളും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു നാടിന് വേണ്ടി, ഒരു കുടുംബത്തിന് വേണ്ടി നാട് ഒന്നായി ഒന്നിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഈ കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിക്കണേ എന്ന് അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ സഹായിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ലിയ മോള്. എനിക്ക് തീരെ വയ്യ. എനിക്കും എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം സ്കൂളിൽ പോകണം. എൻ്റെ അനിയനാണ് എനിക്ക് മജ്ജ മാറ്റി വയ്ക്കാൻ തരുന്നത്. എല്ലാവരും എന്നെ സഹായിക്കണം. നമസ്കാരം, ഞാൻ ശ്രീജൻ വെണ്ണുക്കാരൻ. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വെല്ലൂർ CMC ഹോസ്പിറ്റലാണ്. ലിയാമോളുടെ ചികിത്സയ്ക്ക് വേണ്ട സഹായത്തിന് വേണ്ടി ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഈ മോളുടെ തൊട്ടയലക്കത്താണ് ഞാൻ താമസിക്കുന്നത്. ഇവരുടെ കുടുംബത്തെക്കുറിച്ച് എനിക്കറിയാം. ഒരു നിർവാഹമില്ലാത്ത കുടുംബമാണ്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു നാട് ഒന്നാകെ ഞങ്ങൾ കൈകോർത്തിരിക്കുകയാണ്. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവരും രാത്രിയില്ല പകലില്ല എന്ന രീതിയിൽ ഈ മോൾക്ക് വേണ്ടിയുള്ള ഫണ്ടിനായി ഓടി നടക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും, മനസ്സുള്ള എല്ലാവരും ഈ മോളെ സഹായിക്കണം. മോൾക്ക് വേണ്ടിയുള്ള ഫണ്ടിനായി നിങ്ങളെല്ലാവരും 1 രൂപ വെച്ചെങ്കിലും അയച്ചു തന്ന് ഞങ്ങളെ സഹായിച്ച് മോളുടെ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി സഹായിക്കുക. 35 ലക്ഷം രൂപയോളമാണ് ഈ മോളുടെ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ ജഗദീഷ് അത്തിപ്പൊറ്റ. ഞങ്ങളിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ മാടക്കത്തറ പഞ്ചായത്തിൽ താണിക്കുടം കട്ടിലപ്പൂവ് എന്ന പ്രദേശത്ത് ഈ ദേവാലയത്തിന് മുന്നിലാണ്. ഒരു പൊന്നുമകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ നാട് മുഴുവൻ ഒത്തൊരുമിച്ചുണ്ട്. സഹോദരിമാര്, പുരോഹിതന്മാര്, നാട്ടുകാർ, കമ്മിറ്റിക്കാർ എല്ലാവരും ഒത്തൊരുമിച്ചുണ്ട്. ലിയാമോൾ ചികിത്സാ സഹായ കമ്മിറ്റിയാണ് ഇവിടെ. ബ്ലഡ് ക്യാൻസർ ബാധിച്ച് 1 വർഷത്തോളമായി ആ പൊന്നുമകള് മരണത്തോട് മല്ലടിക്കുകയാണ്. ഏകദേശം 35 ലക്ഷം രൂപ വേണം. വെല്ലൂർ CMC ഹോസ്പിറ്റലിലാണ് ആ പൊന്നുമകൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. പൊന്നുമകളുടെ കുഞ്ഞനുജനാണ് മജ്ജ കൊടുക്കുന്നത്.
ഒരു നിർധന കുടുംബമാണ്. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഒരു 100 രൂപയും കൊടുത്ത് സഹായിക്കുക. നമ്മൾക്കുമുണ്ട് കുഞ്ഞുമക്കൾ, എല്ലാവരും സഹായിക്കണം. ആ പൊന്നുമകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും ആത്മാർത്ഥതയോടെ ദൈവത്തെ ഓർത്ത് സഹായിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ സ്ഥലം MLA ആയ മന്ത്രി രാജൻ സാറിന്റെ സാക്ഷ്യപത്രമുണ്ട്, വാർഡ് മെമ്പറിന്റെ സാക്ഷ്യപത്രമുണ്ട്, ഇവിടുത്തെ പള്ളി വികാരി അച്ഛന്റെ സാക്ഷ്യപത്രമുണ്ട്. സഹായിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. ഏവർക്കും ദൈവനാമത്തിൽ വന്ദനം. ഞാൻ ഇപ്പോൾ കട്ടിലപ്പൂവ് എന്ന് പറയുന്ന സ്ഥലത്ത് വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. ഈ ഇടവകയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ നാടിനെ സംബന്ധിച്ച് കുറേ നാളുകളായി വലിയൊരു പ്രതിസന്ധിയിലാണ്. ലിയാമോൾ എന്ന് പറയുന്ന കുട്ടി ഈ ഇടവകയുടെ സ്വന്തം മകളാണ്. അതുപോലെ തന്നെ ഈ നാട് ഒത്തിരി നാളുകളായി മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം അവൾ ക്യാൻസർ ബാധിതയായിട്ട് ഏകദേശം 1 വർഷത്തോളമായിട്ട് ആശുപത്രി ചികിത്സയിലാണ്. മറ്റെല്ലാ കുഞ്ഞുങ്ങളെയും പോലെ തന്നെ സ്കൂളിൽ പോയി പഠിക്കാനും തിരിച്ച് കളിക്കാനും ഒക്കെ അവൾക്കും ആഗ്രഹമുണ്ടല്ലോ. ആ ഒരു ആഗ്രഹത്തിൻ്റെ പിറകെ ഈ ഇടവകയും നാട്ടുകാരുമൊക്കെ കൂടിയിട്ട് കുറേ നാളുകളായി. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ വെല്ലൂർ ആശുപത്രിയിൽ മകൾ ചികിത്സയിലാണ്. രക്താർബുദമായതുകൊണ്ട് തന്നെ മജ്ജ മാറ്റിവെക്കലാണ് ഏക പോംവഴി. അതിനായി ഏകദേശം 35 ലക്ഷത്തോളമാണ് ചിലവ് മൊത്തത്തിൽ കടന്നു വരുന്നത്. അപ്പോൾ ഈ ഇടവക മാത്രം വിചാരിച്ചാലോ ഈ നാട് മാത്രം വിചാരിച്ചാലോ നടക്കില്ല എന്നൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ട്. എങ്കിലും ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ നടത്തുന്നു. ഈ നാട് ഒരുമിച്ച് ഇപ്പോൾ പ്രത്യേക സമിതിയൊക്കെ ഉണ്ടാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്. എങ്കിലും നിങ്ങളെല്ലാവരുടെയും സുമനസ്സുകളുടെ എല്ലാം പ്രത്യേകമായ അനുഗ്രഹവും അതുപോലെ തന്നെ സഹായമുണ്ടെങ്കിൽ ഈ മകളെ തീർച്ചയായും നമുക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രത്യേകമായിട്ട് പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളും ഉണ്ടാകണം. മകൾക്ക് ചിരി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി, ലിയാമോളുടെ എല്ലാ ആരോഗ്യം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുകയും സാമ്പത്തികമായിട്ട് ഉദാരമായിട്ട് മകൾക്ക് വേണ്ടി സംഭാവന ചെയ്യുകയും ചെയ്യാം. ഞങ്ങളോടൊപ്പം നിങ്ങൾ സഹകരിക്കുമെങ്കിൽ ഈ മകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എത്രയും പ്രിയമുള്ളവരെ, ഞാൻ ഇന്ദിരാ മോഹൻ, മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇന്നിവിടെ ഇങ്ങനെ കൂടി സംസാരിക്കുന്നത് മാടക്കത്ര പഞ്ചായത്തിൽ പുല്ലങ്കണ്ടം പ്രദേശത്തുള്ള മണിക്കുന്നേലെ ലിയാമോളുടെ സഹായത്തിനു വേണ്ടി നാടും വീടും നഗരവും എല്ലാം ഒന്നിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആ കുട്ടി ഏതാണ്ട് 1 വർഷത്തോളമായി ചികിത്സയിലാണ്. മാരകമായ അസുഖത്തെ തുടർന്ന് 35 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് വേണം അവരുടെ മജ്ജ മാറ്റിവെക്കുന്ന ചികിത്സയ്ക്ക് വേണ്ടി സഹായം ലഭിക്കേണ്ടത്. ഒരു പ്രത്യേകത, അവരുടെ കൊച്ചനുജൻ, 3 കുട്ടികളുള്ളതിൽ ഏറ്റവും താഴെയുള്ള അനുജൻ 4 വയസ്സായ ആ കുഞ്ഞിൻ്റെ മജ്ജയാണ് സഹോദരിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും രൂപ, വിപുലമായൊരു തുക നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. എല്ലാ നാട്ടുകാരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് പഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയമുള്ളവരെ, സൈതലവി ആലത്തൂർ വടക്കഞ്ചേരിയാണ്. നമ്മൾ ഈ നാടും നാട്ടുകാരും ഒത്തുകൂടിയിട്ടുള്ളത് ലിയാമോൾ എന്ന് പറയുന്ന പൊന്നു മാലാക കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. രക്താർബുദം, ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം. നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ 35 ലക്ഷം രൂപയാണ് ഈ അസുഖത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത്. ഉള്ള ക്ലബ്ബ് ഭാരവാഹികൾ, അതുപോലെ മറ്റ് എങ്ങനെയെല്ലാം ഈ വീഡിയോ എവിടെയെല്ലാം എത്തിക്കാൻ പറ്റുമോ അവിടെയെല്ലാം നിങ്ങൾ കൊണ്ട് എത്തിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പ്രവാസി സുഹൃത്തുക്കളുണ്ട്. വിദേശത്ത് കടന്ന് കഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഒരു വേതനം ഇതുപോലുള്ള മക്കൾക്ക് നിങ്ങൾ അയച്ചു നൽകാറുണ്ട്. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഈ മോളെ ചേർത്ത് പിടിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ. 35 ലക്ഷം രൂപയോളം ഏകദേശം ചെലവ് വരും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടുകാർ ഒട്ടേറെ സഹായം ഇക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും സഹായിക്കാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങളുടെ കൊച്ചു ഗ്രാമം മാത്രം വിചാരിച്ചാൽ ഇത്രയും പൈസ കളക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്ത ദിവസം ബിരിയാണി ചലഞ്ച് ഒക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്കിലും അതുകൊണ്ടൊന്നും ആവില്ല, തികയില്ല എന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും, ഇത് കാണുന്ന എല്ലാവരും ലിയാമോളെ നന്നായി സഹായിക്കണം. ലാലു വെട്ടിക്കാട്ടിൽ ലിയാമോൾ ചികിത്സാ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ്. ലിയാമോൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഏകദേശം 35 ലക്ഷം രൂപയോളം നമുക്ക് ആവശ്യമുണ്ട്. ഈ നാട്ടുകാർ മാത്രം നോക്കിയാൽ ഇത് നടത്താവുന്നതല്ല. അതുകൊണ്ട് നമുക്ക് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ കുട്ടികളെ പോലെ കളിച്ചും ചിരിച്ചും പഠിച്ചും വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ലിയാമോൾ ചികിത്സാ സഹായ സമിതിയുടെ ചെയർമാനാണ്. ലിയാമോൾ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. ലിയാമോളെ നമുക്ക് ഈ നാടിന് വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യമാണ്. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് ഉള്ള ഒരു കുട്ടിയാണ്. നമ്മളുടെ എല്ലാവരുടെയും, അതായത് കുടുംബക്കാരുടെ യാചനയോടൊപ്പം ഞാൻ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട്, ഈ നാടിന് വേണ്ടി നിങ്ങളോടും യാചിക്കുകയാണ്. അവളെ വീണ്ടെടുക്കണം. നിങ്ങളുടെ എല്ലാവരെയും അകമഴിഞ്ഞ സഹായം തരണമേ എന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ പേര് അർപ്പിത. എൻ്റെ കൂടെ പഠിക്കുന്നതാണ് ലിയമോള്. ലിയ എല്ലാവരെയും സഹായിക്കണം. എൻ്റെ പേര് അമിയ. ലിയമോളെ എല്ലാവരും സഹായിക്കണം. പക്ഷേ ഈ നാട് നമുക്ക് ഒരുമിച്ച് തന്നെ നമുക്ക് ലിയമോളെ വീണ്ടെടുക്കാൻ വേണ്ടി നിൽക്കേണ്ടതുണ്ട്. കാരണം അത്രയും ചെറിയ കുഞ്ഞ് ഈ പ്രായത്തിൽ അനുഭവിക്കുന്നത് നന്നായിട്ട് തന്നെ അനുഭവിച്ചിട്ടുണ്ട്, ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ എല്ലാവരും സഹായിക്കണം.